കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാളെ രാവിലെ 8:30-ക്ക് കൊച്ചിയിലെത്തിക്കും. സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീടുകളിൽ എത്തിക്കാൻ 25 ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലേക്ക് എത്തും, രാവിലെ എത്തും. ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റു മന്ത്രിമാരൊക്കെ വിമാനത്താവളത്തിൽ ഉണ്ടാകുമെന്നാണ്, ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഔദ്യോഗികമായി സർക്കാരിനെ, നോർക്കയെ അറിയിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്തു എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം, അല്ലേ? വിജയകുമാർ, നാളെ രാവിലെ 8:30 ഈ വിമാനം തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനും നോർക്കയ്ക്കും ഇപ്പോൾ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ് ഈ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നേരത്തെ വിമാനം എത്തിയാൽ പോലും അത് ക്രമീകരിക്കാനുള്ള, അല്ലെങ്കിൽ അത് സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണവും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇതിനോടകം തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം മുൻപ് ഏതാണ്ട് 8:40 കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാജറാണി ട്രെയിനിൽ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ചത്. 2:30 മുഖ്യമന്ത്രി എത്തും. അല്പസമയത്തിനുള്ളിൽ മന്ത്രി പി രാജീവും അതേപോലെ തന്നെ കെ രാജനും ഉൾപ്പെടെയുള്ളവരും കൊച്ചിയിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ബാക്കി സൗകര്യങ്ങൾ, അതായത് അവിടേക്ക് എത്തിയാൽ ആംബുലൻസിൽ മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള സൗകര്യങ്ങൾ അത് ഒരുക്കിയിട്ടുണ്ട്, ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജില്ലകളിൽ അല്ലെങ്കിൽ ഈ മരിച്ചവരുടെ വീടുകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നാളെ മുതൽ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മന്ത്രിമാർ എത്താനുള്ള നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാരായിരിക്കും ഇവിടങ്ങളിലേക്ക് പോവുക. ഏതായാലും ഒരു തരത്തിലുള്ള കാലതാമസവും വിമാനത്താവളത്തിൽ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വിജയകുമാർ, ഇക്കാര്യം നോർക്ക അതിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഷഫീദ് സൂചിപ്പിച്ചതുപോലെ 25 ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഈ മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. രാവിലെ 8:30, അതല്ലേ ഷഫീദ്, അതല്ലേ സൂചിപ്പിച്ചത്? രാവിലെ 8:30 ഈ വിമാനം നെടുമ്പാശ്ശേരിയിൽ എത്തും എന്നാണ് ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്, നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വിവരമാണ്. അതായത് 8:30 വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും. അവിടെ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്നായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക. പിന്നീട് ഒരു മിനിറ്റ് പോലും താമസിക്കാത്ത തരത്തിലേക്ക് ആംബുലൻസുകളിൽ അതാത് നാടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള സൗകര്യവും ക്രമീകരണവുമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ നാടുകളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ മന്ത്രിമാരുണ്ടാകും, ചിലയിടത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാകും, പ്രാദേശിക ജനപ്രതിനിധികളുണ്ടാകും. അങ്ങനെയുള്ള ക്രമീകരണം കൂടി ഒരുക്കണമെന്ന കർശനമായ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, ശരി ഷഫീദ്, അക്കാര്യത്തിൽ ക്രമീകരണങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. വീണ ജോർജ് ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമങ്ങളെ കാണും എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കുവൈറ്റിലെ വിവരങ്ങളുമായി അരുൺ പാറാട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അവിടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നേരത്തെ തന്നെ എത്തിയിരുന്നു, രാവിലെ തന്നെ എത്തിയിരുന്നു. അപ്പോൾ ഈ യാത്രയ്ക്ക് ഇപ്പോൾ ഒരു പ്രത്യേക വ്യോമസേന വിമാനം ഇവിടെ നിന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിമാനത്തിലായിരിക്കുമോ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, മരണമടഞ്ഞ ആളുകളുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യോമസേനയുടെ പ്രത്യേക വിമാനം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് കുവൈറ്റ് സമയം രാത്രി 8 മണിയോടുകൂടി തന്നെ ഈ ഒരു പ്രത്യേക വിമാനം കുവൈറ്റിൽ എത്തും. ഇവിടെ നിന്ന് രാത്രി 1 മണിയോടെ മൃതദേഹങ്ങളുമായി വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും എംബാമിംഗ് നടപടികൾ ഫർവാനിൽ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായാൽ ഉടൻ വിമാനത്താവളത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. എംബാമിംഗ് നടപടികൾ രാത്രി 10 മണിയോടുകൂടി പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആണ് കുവൈത്തിൽ ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ വേഗത്തിലാക്കാനുള്ള ഏകോപനം നടത്തുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ഇനിയുള്ള ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള ഏകോപനങ്ങൾക്ക് മന്ത്രിയുടെ നേതൃത്വം നൽകുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് മന്ത്രി കുവൈറ്റിലെത്തിയത്. അദ്ദേഹം കുവൈറ്റിലെത്തിയ ഉടൻ തന്നെ പരിക്കേറ്റ ഇന്ത്യക്കാരെ കാണുന്ന
സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുരന്തത്തിൽ പരിക്കേറ്റവരെ കുവൈറ്റ് മന്ത്രിമാരും സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ആശുപത്രിയിൽ എത്തി പരിക്കേറ്റ ആളുകളെ കണ്ടത്. ഇവർക്ക് മികച്ച പരിചരണം നൽകി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പരിക്കേറ്റവരിൽ പലരും ഇപ്പോൾ സുഖം പ്രാപിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നുള്ള ആശ്വാസ വാർത്തകളും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നിരവധി ആളുകൾ ICU ഉണ്ടായിരുന്നു. ഈ ICUകളുടെ ഭൂരിഭാഗം ആളുകളും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടവരുണ്ടായിരുന്നു. അത് പൂർത്തിയായിട്ടുണ്ട് എന്നും കുവൈറ്റ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മൃതദേഹങ്ങൾ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അപകടവുമായി ബന്ധപ്പെട്ട് 49 ആളുകളാണ് മരിച്ചത്. ഇതിൽ 46 പേരും ഇന്ത്യക്കാരാണ്. 23 പേരാണ് ഇതിൽ മലയാളികളായിട്ട് ഉള്ളത്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറും കുവൈറ്റിലെ വിവരങ്ങൾ അരുൺ പാറാട്ടുമാണ് നൽകിയത്. ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കും. നെടുമ്പാശ്ശേരിയിൽ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടാകും. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. 25 ആംബുലൻസുകളാണ് വിമാനത്താവളത്തിൽ നിന്ന് വിവിധ ജില്ലകളിലേക്ക് പോകാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. രാവിലെ 8:30 ശേഷമാണ് വിമാനം എത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ ഒരു പ്രത്യേക വിമാനം കുവൈറ്റ് സമയം രാത്രി 8 മണിക്ക് കുവൈറ്റിലെത്തും. അതിലായിരിക്കും മൃതദേഹം ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം.